ഹലോ ഹാപ്പി സോൾസ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എന്നിലേക്ക് പണം വരത്തില്ല, ഇനി അഥവാ എൻ്റെ കയ്യിലേക്ക് പണം വന്നാലും അതിന് തൊട്ട് പിന്നാലെ അത് ചിലവായി പോകാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട് അല്ലേ? അതായത് ഇൻകം വരും, അതുപോലെ തന്നെ എക്സ്പെൻസും വരും, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലൊക്കെ വളരെയധികം സേവിങ്സ് എന്ന് പറഞ്ഞൊരു കാര്യം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെ പറ്റിയല്ല, എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള മാർഗ്ഗങ്ങളെ പറ്റി ഒന്നുമല്ല, എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ്. അതായത് പണം എന്ന് പറയുന്നൊരു പ്യുവർ ആയിട്ടുള്ളൊരു എനർജിയാണ്. മണി ഈസ് എ ബ്യൂട്ടിഫുൾ എനർജി. ആ ഒരു എനർജി നമ്മളിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ ബോധ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത, എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ വളരെയധികം കോൺക്രീറ്റഡ് ആയിട്ട് കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ബിലീഫുകളാണ്, നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളാണ്. അതായത് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കേട്ട് വളർന്നൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ, പണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ ചുറ്റുമുള്ള മറ്റു വ്യക്തികളൊക്കെ ആയാലും ചെറുപ്പകാലം തൊട്ട് നമ്മളോട് പറഞ്ഞിട്ട് വന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം വരത്തില്ല, നമുക്ക് പണം കിട്ടാനുള്ള യോഗ്യതയില്ല, നമ്മൾ അർഹതയുള്ള ആളല്ല, അല്ലെങ്കിൽ പണമുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല, പണം വന്നാൽ അഹങ്കാരികളായി മാറും, അല്ലെങ്കിൽ നമുക്ക് പണം സൂക്ഷിക്കാൻ കഴിയില്ല, നമ്മളിലേക്ക് പണം വരില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെറുപ്പകാലം തൊട്ടേ നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണം ഉള്ളിടത്തോളം കാലം നമ്മൾ നമ്മുടെ ബോധ മനസ്സിൽ എത്ര പണത്തെപ്പറ്റി നല്ല കാര്യങ്ങൾ ചിന്തിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു പണത്തിൻ്റെ വരവിനെ മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ 20,000 രൂപ വരുമ്പോൾ നിങ്ങൾ ഓർക്കും, 20,000 അല്ല 1,00,000 രൂപ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അടിപൊളിയാകും, എനിക്ക് ഒത്തിരി സേവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. ചിലപ്പോൾ നിങ്ങളിലേക്ക് 1,00,000 രൂപ വരുന്ന സമയത്ത് അതുപോലെ തന്നെ അത്രയും ഇരട്ടി ചിലവ് വരുന്നൊരു കാര്യം തൊട്ടടുത്ത് റെഡി ആയിട്ടായിരിക്കും ചിലപ്പോൾ 1 lakh നിങ്ങളിലേക്ക് വരുന്നത്. ആ ഒരു പാറ്റേൺ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ അതിങ്ങനെ എപ്പോഴും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും എല്ലാ വർഷങ്ങളും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവാം. അതിൻ്റെ കാരണം ഈ സബ് കോൺഷ്യസ് ബ്ലോക്കേജ് ആണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ വെൽത്ത് എന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ആ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. കണ്ണടച്ചിരുന്ന് ശ്വാസമെടുത്ത് ഡീപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ പവർഫുൾ അഫർമേഷൻസ് ആണ്. ഈ അഫർമേഷൻസ് ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പറയാനായിട്ട് ശ്രമിക്കണം. അഫർമേഷൻസ് വളരെ മാജിക്കലി വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളത് ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ ഇമോഷൻസ് ഉൾക്കൊണ്ട് പറഞ്ഞില്ല എങ്കിൽ ഒരിക്കലും അത് ഫലം ചെയ്യില്ല. കാര്യം ഇമോഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ലാംഗ്വേജ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇമോഷൻസിൽ കൂടെ അത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്നത് ഇതെന്തൊരു ഐ ലവ് യു എന്ന് പറയുന്നത് പോലെ ആവരുത്. ആ ഒരു ഇമോഷനെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ഉറപ്പായിട്ടും പണക്കാരനാകാൻ റെഡി ആയിക്കോളൂ. ഈ ഒരു അഫർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പണവുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ഈ അഫർമേഷൻസിന് സഹായിക്കാനായിട്ട് പറ്റും. അപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് റെഡി ആവാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാം. മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളൊക്കെ വന്നോട്ടെ, ഇത് ചെയ്താൽ ശരിയാകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പല തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ അതിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കാം. കണ്ണുകൾ അടച്ച് ഹൃദയത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് വളരെ സാവധാനം ബ്രീത്ത് എടുക്കാം. അതിനുശേഷം ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പറയാനായിട്ട് ശ്രമിക്കും. പണം എളുപ്പത്തിലും സ്വാഭാവികമായും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ തരത്തിലുള്ള സമൃദ്ധിക്കും അർഹതയുള്ള ആളാണ്. എൻ്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന പണത്തെ പറ്റിയിട്ടുള്ള എല്ലാ ഭയങ്ങളെയും ഞാൻ വിട്ടുകളയുന്നു. വലിയ സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഫിനാൻഷ്യൽ ജീവിതം ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മൈ ഇൻകം ഈസ് ഇൻക്രീസിങ് എവറി സിംഗിൾ ഡേ. എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എൻ്റെ ജീവിതത്തിൽ സ്റ്റേ ചെയ്യുകയും അത് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. I am worthy of all the good and abundance from the universe. ഈ ഒരു പ്രപഞ്ചശക്തിയിൽ നിന്നും എല്ലാ തരത്തിലുള്ള നന്മയ്ക്കും എല്ലാ തരത്തിലുള്ള സമൃദ്ധിക്കും ഞാൻ അർഹതയുള്ള ആളാണ്. I am open and I am ready to receive. I am open and I am ready to receive. I am open and I am ready to receive.